ഹായ് ഓൾ, ലീൽസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സയന്റിഫിക് ഓഫീസർ ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ ആൻഡ് ഫോർമേഷൻ ഓഫ് എനർജി ബാൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യമായിട്ട് ലോറൻസ് റൂട്ട് തിയറിയിൽ നിന്ന്, അതായത് ക്ലാസിക്കൽ തിയറിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, Lorentz root theory. It is a classical theory developed to explain the electrical and thermal properties of metal. Lorentz root theory എന്താണ്? ഒരു classical theory ആണ്, and it is used to explain the electrical and thermal properties of metal. എന്തൊക്കെ properties ആണ്? Electrical thermal properties ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Lorentz root theory explain ചെയ്യുന്നത്. Okay. The model treats conduction electrons in a metal as a classical electron gas. Okay, ഇവിടെ നമ്മളുടെ ലോറൻസ് റൂട്ട് തിയറിയിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ ഒരു ക്ലാസിക്കൽ ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. That behaves like a collection of non-interacting free particles moving randomly through a metal. ഒരു മെറ്റലിലൂടെ ഇന്ററാക്ട് ചെയ്യാത്ത ഫ്രീ ഗ്യാസുകളെ പോലെ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ മോഡൽ ട്രീറ്റ്സ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ആസ് ക്ലാസിക്കൽ ഇലക്ട്രോൺ ഗ്യാസ്. ക്ലാസിക്കൽ ഇലക്ട്രോൺ ഗ്യാസ് കൊണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെന്താണ്? ഇന്ററാക്ട് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അത് ഫ്രീ പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ മൂവിങ് റാൻഡംലി ത്രൂ ദ metal. Okay, the positive ion cores are assumed to be fixed in place, forming a metallic lattice while the electrons move freely between them. അപ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ പോസിറ്റീവ് അയോൺ കോഴ്സ് ഉണ്ടാവും. അതെല്ലാം എന്താണ്? ആ മെറ്റാലിക് ലാറ്റിസിൽ ഫിക്സഡ് ആണ്. ഇലക്ട്രോൺസ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ദേ മൂവ് ആസ് എ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ്. ലോറൻസ് റൂട്ട് തിയറി ക്ലാസിക്കൽ തിയറി ആണ്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അടുത്തത്, when the electric field is applied to the metal, the free electron accelerate in the direction opposite to the field. അതായത് നമ്മൾ ഒരു മെറ്റലിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക? ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കായിരിക്കും ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ദിസ് മൂവ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവും? അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് ഉണ്ടാവും. The steady state current density J is given by J is equal to sigma E. Steady state അവിടെ ഉണ്ടാവുന്ന steady state current density J എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഇക്ക് ഈക്വൽ ആണ്. Where sigma is equal to n e square tau by m. Okay, n e square tau by m ആണ്. Where tau is the collision time. Tau എന്ന് പറയുന്നത് collision time ആണ്. And n is the number density of electron. n എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ നമ്പർ ഡെൻസിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മെറ്റലിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഈ മൂവ്മെന്റ് എന്തുണ്ടാക്കും? ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റഡി സ്റ്റേറ്റ് കറന്റ് ഡെൻസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് J, which is equal to sigma E. Sigma is equal to n e square tau by m. ഇവിടെ tau എന്ന് പറയുന്നത് എന്താണ്? കൊളീഷൻ ടൈം ആണ് കേട്ടോ. tau എന്നുള്ളത് കൊളീഷൻ ടൈം ആണ്. ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. സ്മോൾ n is the number density of electron. Successes of Lorentz root theory. Lorentz root theory കൊണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? Okay, first one is Ohm's law. The model successfully explains Ohm's law, showing that the current is proportional to the applied electric field in conductors.
അപ്പൊ ഓംസ് ലോ ആണ് നമ്മൾ ആദ്യമായിട്ട് ലോറൻസ് റൂട്ട് തിയറിയുടെ സക്സസ് ആയിട്ട് പറയുന്നത്. അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? നമുക്ക് ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് ദ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ കണ്ടക്ടർ. കറന്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? കണ്ടക്ടറിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ്. Next one is thermal and electrical conductivity. It gives a reasonable explanation for the relationship between the thermal and electrical conductivity in metals, particularly the Weidmann-Franz law. Weidmann-Franz law പറയുന്നത് it gives the thermal and electrical conductivity relationship ആണ്. Thermal and electrical conductivity K divided by sigma, which is proportional to T, temperature. ഒരു മെറ്റലിലുള്ള thermal and electrical conductivity റിലേഷൻഷിപ്പ്, അതിന്റെ റേഷ്യോ ആണ് അവിടെ തരുന്നത്. ആൻഡ് ഈ ലോ ആണ് എന്ത്? വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ. K divided by sigma, which is proportional to T. Next one is the conductivity in metals. It correctly explains the metals are good conductors of both heat and electricity because of the presence of free electrons. So ലോറൻസ് റൂട്ട് തിയറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാം, അതുപോലെ കണ്ടക്ടിവിറ്റി ഇൻ മെറ്റൽസ് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി ലോറൻസ് റൂട്ട് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇത് ക്ലാസിക്കൽ തിയറി ആണ്. സോ നമുക്ക് ഇവിടെ എന്തുണ്ടാവില്ല? ക്വാണ്ടം എഫക്ട്സ് ഉണ്ടാവുന്ന changes. It assumes no quantum effects. It assumes that all electrons contribute equally to conduction, which contradicts the quantum idea that only electrons near the Fermi surface are mobile. Quantum idea അനുസരിച്ചിട്ട് ഫെർമി ലെവലിന് അടുത്തുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ കണ്ടക്ഷനിൽ പങ്കെടുക്കുക. അതായത് എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യില്ല? ഈക്വലി ഈ കണ്ടക്ഷനിൽ പങ്കെടുക്കില്ല. സോ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ക്ലാസിക്കൽ തിയറി ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നെഗ്ലക്ട്സ് band structure. It does not account for the formation of energy bands and band gaps, which are critical for understanding semiconductors and insulators. Band structure നമ്മൾ band theory explain ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ scattering mechanism. The model oversimplifies the scattering process by considering only collisions with atoms and ignores electron-electron interaction, which become important in certain materials. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്താണ്? ഫ്രീ ഇലക്ട്രോൺ ഗ്യാസുകളെ പോലെയാണ്. ദേ ആർ നോൺ ഇന്ററാക്ടിങ് ആവുമ്പോൾ അവിടെ എന്ത് ഉണ്ടാവുന്നില്ല? സ്കാറ്ററിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ കാരണം അവിടെയുള്ള കൊളീഷൻസും അതുപോലെ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നെഗ്ലക്ട് ചെയ്യാണ്. ഇതെല്ലാം എന്താണ്? ലോറൻസ് റൂട്ട് മോഡലിലെ ലിമിറ്റേഷനിൽ പെടുന്നതാണ്. സോ ഇവിടെ നമ്മൾ ക്വാണ്ടം ഇഫക്ട്സ് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ ലോവർ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ബാൻഡ് സ്ട്രക്ചർ, വാലൻസ് ബാൻഡ് തിയറി നമുക്ക് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ദേ ആർ നോൺ ഇന്ററാക്ടിങ്. അവിടെ നമുക്ക് സ്കാറ്ററിംഗ് മെക്കാനിസം അവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നില്ല, അവിടെ കൊളീഷൻസ് ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഓവർ സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അത് ഒരിക്കലും റിയാലിറ്റിയിൽ പോസിബിൾ അല്ല, അല്ലെ? ഓക്കെ, ഇതെല്ലാം എന്താണ്? ലോറൻസ് റൂട്ട് മോഡലിന്റെ ലിമിറ്റേഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ തിയറി. അവിടെ ഫോളോ ചെയ്യുന്നത് എന്താണ്? മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് എടുക്കുന്നത് പെർഫെക്റ്റ് ഗ്യാസുകളായിട്ടാണ്. ദേ ആർ നോൺ ഇന്ററാക്ടിങ്, ദേ ആർ വെരി ഫ്രീലി ടു മൂവ്. ഓക്കെ, ഇത്രയാണ് ലോറൻസ് റൂട്ട് തിയറിയിൽ വരുന്നത്. The Drude model was later improved by Sommerfeld, which incorporated quantum mechanics. അപ്പൊ Drude മോഡൽ പിന്നീട് എന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ക്ലാസിക്കൽ തിയറി മാറി ക്വാണ്ടം മെക്കാനിക്കൽ ഇഫക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആരാണ് മോഡിഫൈ ചെയ്യുന്നത്?
ഇറ്റ് ഈസ് സോമർഫീൽഡ് തിയറി വരികയാണ്. ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ടു ക്രിയേറ്റ് ദ ഫ്രീ ഇലക്ട്രോൺ മോഡൽ വിച്ച് പ്രൊവൈഡഡ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഫോർ ദ ഇലക്ട്രോണിക് ബിഹേവിയർ ഓഫ് മെറ്റൽസ്. അപ്പം നമുക്ക് മെറ്റൽസിന്റെ ഇലക്ട്രോണിക് ബിഹേവിയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ലോറൻസ് റൂട്ട് തിയറിയിൽ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, തെർമൽ പ്രോപ്പർട്ടീസും അതുപോലെ കണ്ടക്ടിവിറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പൊ സോമർഫീൽഡിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസിന്റെ ഇലക്ട്രോണിക് ബിഹേവിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Additionally, the development of band theory through the nearly free electron model and tight binding model further extended the understanding of electronic properties in solids. അതുപോലെ തന്നെ ബാൻഡ് തിയറിയുടെ ഡെവലപ്മെന്റ് ത്രൂ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലിലൂടെ നമ്മുടെ ബാൻഡ് തിയറിയുടെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടൈറ്റ് ബൈൻഡിങ് മോഡൽ ഫർദർ എക്സ്റ്റെൻഡഡ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ഇൻ സോളിഡ്സ്. അപ്പൊ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലിലും സോമർഫീൽഡ് തിയറിയിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടം ഇഫക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, key features of free electron model. Okay, ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ എന്തൊക്കെയാണ്? സോമർഫീൽഡിന്റെ ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്? Electron gas. The conduction electron in a metal are treated as a gas of non-interacting particles. These electrons move freely within the metal without being affected by the ion cores. Expect the boundaries of the metals where they are confined by a potential barrier. Okay, electron ഗ്യാസുകളായിട്ടാണ്, അതായത് ഇലക്ട്രോൺസ് എന്താണ്? ഫ്രീലി മൂവിങ് ഗ്യാസുകളായിട്ടാണ്. They are non-interacting particles ആയിട്ടാണ്, ഇലക്ട്രോൺ ഗ്യാസുകളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇതെന്ത് ചെയ്യാണ്? these electrons move freely within the metal. മെറ്റലില് freely moving ആണ്, without being affected by the ion core, except all the boundaries at the boundaries of the metal where they are confined by a potential barrier. Okay, metal boundariesൽ എന്തുണ്ടാവും? അവിടെ ഒരു potential barrier ഉണ്ടാവും. അവിടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് freely moving ആണ്. Okay, അടുത്തത് Fermi-Dirac statistics. The electrons obey the rules of Fermi-Dirac statistics. അപ്പോൾ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്? Fermi-Dirac statistics ആണ് ഫോളോ ചെയ്യുന്നത്. Meaning of no two electrons can occupy the same quantum state. അതായത് Fermi-Dirac statistics പറയുമ്പോൾ നമ്മൾ അവിടെ ആരെ കൂടെ ഉൾക്കൊള്ളിക്കണം? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളെ കൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതായത് രണ്ട് ഇലക്ട്രോൺസിൽ കൂടുതൽ എന്ത് ചെയ്യില്ല? ഒരു സെയിം ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഒരു എനർജി ലെവൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ സ്പിൻ അപ്പും ഒരു ഇലക്ട്രോൺ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? അവർ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യുക. The energy distribution of the electron at absolute zero temperature is described by the Fermi energy. Okay, the energy distribution, electron energy distribution എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫെർമി എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. All states with energy below the Fermi energy are occupied. These states above it are unoccupied. ഈ ഫെർമി എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറെ എനർജി ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് കുറെ എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഫസ്റ്റ് വൺ ഇതാണ് ഫെർമി എനർജി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഫെർമി എനർജി എന്ന് വിചാരിക്കുക. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫെർമി എനർജി എന്ന് പറയാം. അതായത് ഫെർമി എനർജി ഇസ് ദ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് എനർജി സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കേട്ടോ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മളുടെ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് എന്തെന്നും പറയുന്നത്? ഫെർമി എനർജി എന്ന് പറയുന്നത്. സോ ഫെർമി എനർജിയുടെ താഴെയുള്ള എല്ലാ എനർജി ലെവൽസും എന്തായിരിക്കും? ഒക്യുപ്പൈഡ് ആയിരിക്കും. അതിന് മുകളിലുള്ള എല്ലാ എനർജി ലെവൽസും എന്തായിരിക്കും? അൺഒക്യുപ്പൈഡ് ആയിരിക്കും.
Okay. The energy of the electron. In this model, the electrons behave like free particles. So their energy is given by the kinetic energy formula. നമ്മുടെ electrons എന്താണ് free particles ആയിട്ടാണ് ഇവിടെ behave ചെയ്യുന്നത്. So ഇതിന്റെ energy, kinetic energy formula എന്താണ്? E is equal to h cut square k square divided by 2m. Okay. നമ്മളുടെ energy of the electron. Fermi energy ആണ് h cut square k square divided by 2m ആണ്. അടുത്തത് density of state. The density of the state refers to the number of available quantum states for electrons at a given energy level. Okay. അതായത് number of available quantum states for the electron at a given energy level. ഒരു energy level തന്നിരിക്കുന്ന ഒരു energy ലെവലില് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് അവൈലബിൾ ക്വാണ്ടം സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. ഓക്കെ. ഒരു എനർജി ലെവലില് അവൈലബിൾ ക്വാണ്ടം സ്റ്റേറ്റ്സിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. For the free electron model, the density of state is proportional to the square root of energy. Free electron മോഡലില് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എനർജി. എനർജിയുടെ സ്ക്വയർ റൂട്ടിന് proportional ആയിരിക്കും. So D E is proportional to square root of energy. Density of state എന്ന് പറയുന്നത് എന്തിന് proportional ആണ്? Square root of energy ക്ക് proportional ആണ്. അടുത്തത് Fermi energy. Fermi energy is the highest energy level occupied by the electron at absolute zero temperature. It is a critical parameter that determines the electronic properties of a metal. Even at non-zero temperature, most electrons remain close to the Fermi energy because of the Pauli's exclusion principle. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു given energy state ഉണ്ടെന്ന് വിചാരിക്കുക. EF എന്ന് പറയുന്നത് ഫെർമി എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ ഓക്യുപ്പൈഡ്, അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഫെർമി എനർജി എന്ന് പറയാം കേട്ടോ. അപ്പൊ ഫെർമി എനർജിക്ക് താഴെയുള്ള എല്ലാ ലെവലുകളും എന്തായിരിക്കും? ഓക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, എല്ലാ ലെവലുകളും ഓക്യുപ്പൈഡ് ആയിരിക്കും. ഇനി നോൺ സീറോ ടെമ്പറേച്ചർ ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? എല്ലാ ഇലക്ട്രോൺസും ഈ ഫെർമി ലെവലിന് അടുത്തുള്ള എനർജി ലെവൽസിലേക്കായിരിക്കും എക്സൈറ്റ് ചെയ്യപ്പെടുക. ഓക്കെ. അടുത്തത് conductivity. The model explains electrical conductivity in metals by assuming that when the electrical field is applied, electrons near the Fermi surface through which energy close to a Fermi energy are accelerated, leading to current flow. Since the electrons are free and do not experience scattering from the atomic lattice in their idealized model, the electrical conductivity is high. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയറി യൂസ് ചെയ്തുകൊണ്ട്, ഫ്രീ ഇലക്ട്രോൺ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത thermal properties. The free electron model also helps explain the heat capacity of the metals. അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടം ഇഫക്ട്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളിഡ്സിലുള്ള ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Only the electrons near the Fermi surface can be excited by thermal energy, as most electrons are filled in the states and cannot absorb additional energy. This result in a much lower electronic contribution to the specific heat than classical models predicted. അപ്പോൾ ക്ലാസിക്കൽ മോഡലിൽ പ്രഡിക്റ്റ് ചെയ്തത് എന്തായിരുന്നു? എല്ലാ ഇലക്ട്രോൺസിനും എനർജി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോൺസിനും എക്സൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ക്ലാസിക്കൽ മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം തിയറി ഇൻകോപ്പറേറ്റ് ചെയ്തത് കൊണ്ട് അവിടെ എന്താ പറയുന്നത്? ഫെർമി എനർജിക്ക് അടുത്തുള്ള ഇലക്ട്രോൺസുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എനർജി അബ്സോർബ് ചെയ്യാനും സാധിക്കാം. അല്ലാതെ എല്ലാ ഇലക്ട്രോൺസിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഹയർ ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ എന്തുണ്ടാവില്ല? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവില്ല.
3R എന്നുള്ള ഒരു വാല്യൂ ഉണ്ടാവില്ല. മറിച്ച് അവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? കുറയുന്നതായിട്ട് നമുക്ക് ലോവർ ടെമ്പറേച്ചറിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് തെർമൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ മോഡൽ. ഫ്രീ ഇലക്ട്രോൺ മോഡലിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്, ഇറ്റ് ഇഗ്നോർസ് ദ ലാറ്റിസ് പൊട്ടൻഷ്യൽ. The model assumes the electrons are completely free, neglecting the periodic potential of the atomic lattice. ഇവിടെ എന്താണ്, നമ്മളുടെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് ഇപ്പോൾ ആറ്റമിക് ലാറ്റിസ് അതായത് ഒരു മെറ്റൽ അയോൺ വിട്ട് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആറ്റമിക് ലാറ്റിസിന് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്യണം. പക്ഷെ ഇത് എന്തല്ല, റിയലിസ്റ്റിക് അല്ല. ഓക്കെ, റിയലില് ഇത് പോസിബിൾ അല്ല. ഈ ഇലക്ട്രോൺസിന് എപ്പോഴും എന്തുണ്ടാവും, ഈ മെറ്റാലിക് പോസിറ്റീവ് അയോണിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ആൻഡ് ആസ് എ റിയൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് അയോൺ ഇൻഫ്ലുവൻസസ് ദി എനർജി structure. അടുത്തത്, fails to predict band gaps. The model cannot explain the phenomena like existence of energy bands or band gaps, which are crucial for understanding semiconductors and insulators. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ മോഡൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബാൻഡ് ഗ്യാപ്പുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നോ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ. നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺ ഗ്യാസിൽ എന്താണ്, ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ ഇലക്ട്രോൺ ഈസ് ടേക്കൺ ആസ് നോൺ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ്. നോൺ ഇന്ററാക്ടിങ് പെർഫെക്റ്റ് ഗ്യാസുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തില്ല, കൊളീഷൻസ് ഇല്ല, അതുപോലെ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് ഇല്ല. പക്ഷെ ഇതെന്താണ്, ആക്ച്വലി അവിടെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാണ്. പക്ഷെ അവിടെ ആക്ച്വലി ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് എസ്പെഷ്യലി സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഫിലോമിനയിൽ വരുന്ന സമയം നമ്മൾ കൂപ്പർ പെയർ ഫോർമേഷനിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അവിടെ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് ഷുവർ ആയിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് ലോറൻസ് ഡ്രൂഡ് തിയറിയാണ്, അത് ക്ലാസിക്കൽ തിയറിയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, നമ്മളുടെ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ മോളിക്യൂൾസ് ആയിട്ട്, ഫ്രീ ആറ്റംസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫ്രീ ടു മൂവ് ആസ് എ പെർഫെക്റ്റ് ഗ്യാസ്, അവിടെ ഇന്ററാക്ഷൻസ് ഇല്ല. അടുത്തത് നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺ മോഡൽ, അത് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോറൻസ് ഡ്രൂഡ് തിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്തതാണ് ബൈ സോമർഫീൽഡ്. ആൻഡ് അതിലെന്താ നമ്മൾ പറയുന്നത്, അവിടെ നമ്മൾ ക്വാണ്ടം ഇഫക്ട്സ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഫെർമി എനർജിയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ നമ്മളുടെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് എനർജി ലെവലാണ് ഫെർമി എനർജി എന്ന് പറഞ്ഞു. നമ്മൾ തെർമൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നില്ല, അത് അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഫെർമി എനർജിക്ക് നിയർ ആയിട്ടുള്ള അടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ എനർജി അബ്സോർബ് ചെയ്യാനും എക്സൈറ്റ് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ അസംഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചിട്ട്, ലോവർ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻ സോളിഡ്സിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിന് സാധിച്ചു, ഫ്രീ ഇലക്ട്രോൺ മോഡലിന് സാധിച്ചു. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം ഇഫക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നമ്മൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആരെ കൂടെ പറയണം, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയണം. നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഓക്യുപ്പൈ ദി സെയിം എനർജി ലെവൽ. ഒരേ സമയം നമുക്ക് രണ്ട് ഇലക്ട്രോൺസിൽ കൂടുതൽ അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ആ രണ്ട് ഇലക്ട്രോൺസ് തന്നെ സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റിലായിരിക്കും. അടുത്തത് application. Despite its limitation, the free electron model is quite successful in explaining electrical conductivity in metals, the basic behavior of heat capacity of electrons in metals, thermal conductivity in good conductors.
അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ഇലക്ട്രോൺ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. For more advanced materials and effects like semiconductor or insulator, more sophisticated models such as nearly free electron model or tight binding model are necessary. അപ്പൊ ഇത് ഫ്രീ ഇലക്ട്രോൺ മോഡലിന് മാറി കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ മോഡലിന്റെ ലിമിറ്റേഷൻസ് എല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മോഡലാണ് എന്ത്, നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ അല്ലെങ്കിൽ ടൈറ്റ് ബൈൻഡിങ് മോഡൽ എന്ന് പറയുന്ന മോഡൽ. Okay, so നമുക്കത് നോക്കാം. The nearly free electron model is a quantum mechanical model. ഇതെന്താണ്, ഒരു quantum mechanical model ആണ്, used to describe the behavior of electron in a crystalline solid, especially in metals and semiconductors. ഇവിടെ quantum mechanical model ആണെങ്കിൽ അവിടെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും അവിടെ നമ്മൾ പറയേണ്ടതാണ്. ഏത്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നതാണ് Pauli's exclusion principle. It improves upon the free electron model by considering the weak potential periodic potential. ഇവിടെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അവിടെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വീക്ക് ആയിട്ടുള്ള പീരിയോഡിക് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പീരിയോഡിക് പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, ഈ പോസിറ്റീവ് അയോൺ കോഴ്സിനെല്ലാം എന്തുണ്ട്, ഒരു വീക്ക് ആയിട്ടുള്ള പീരിയോഡിക് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫോംസ് ക്രിസ്റ്റൽ ലാറ്റിസ് പ്രൊവൈഡിങ് മോർ അക്യുറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഇലക്ട്രോണിക് ബാൻഡ് സ്ട്രക്ചർ. അപ്പൊ ഈ വീക്ക് പൊട്ടൻഷ്യൽ പീരിയോഡിക് പൊട്ടൻഷ്യലിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ ഇലക്ട്രോണിക് ബാൻഡ് സ്ട്രക്ചറുകളുടെ പ്രസൻസ് ഉണ്ട്. അതായത് നമുക്ക് ബാൻഡ് തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാൻഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ അയോൺ കോറുകൾക്ക് വീക്ക് പൊട്ടൻഷ്യൽ പീരിയോഡിക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലിന്റെ കീ ഫീച്ചേഴ്സ് പറയാം. First one, periodic potential. In a crystal, positive charged ion cores are arranged periodically in a lattice. ഒരു ലാറ്റിസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എല്ലാം എങ്ങനെയാണ്, പീരിയോഡിക്കലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. This periodic arrangement creates a weak periodic potential that influences the motion of the conduction electrons. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ അയോൺ കോഴ്സ് പീരിയോഡിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പീരിയോഡിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഈ ഇലക്ട്രോൺ, ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യണം. അതായത് ഈ പോസിറ്റീവ് അയോൺസിൽ നിന്ന് നമ്മൾ മെറ്റൽ ലാറ്റിസിൽ നിന്നും ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഈ പോസിറ്റീവ് അയോൺസിന്റെ വീക്ക് പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. The nearly free electron model considers this potential as a small perturbation to the otherwise free movement of the electrons. അപ്പൊ പിന്നീടുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യാണ്, നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിലൊക്കെ പറയുന്ന പോലെ പിന്നീടുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യാണ്, ഈ പോസിറ്റീവ് ലാറ്റിസ് ഒരു പെർട്രിബേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇറ്റ് ഡസന്റ് അസ്യൂം ഇലക്ട്രോൺസ് ആർ കംപ്ലീറ്റ്ലി ഫ്രീ. അതായത് ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല പറയുന്നത്. ബട്ട് ദേ എക്സ്പീരിയൻസ് എ പീരിയോഡിക് പെർട്രിബേഷൻ. അതായത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പീരിയോഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള മെറ്റാലിക് അയോൺസിൽ നിന്നും അവർക്കൊരു പീരിയോഡിക് പെർട്രിബേഷൻ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ അതാണ് പീരിയോഡിക് പൊട്ടൻഷ്യൽ പറയുന്നത്. അടുത്തത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആർ ട്രീറ്റഡ് ആസ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫങ്ഷൻസ് ദാറ്റ് മൂവ് ത്രൂ ദ പീരിയോഡിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺസിന് നമ്മൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. They move through the periodic potential of the crystal lattice. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അവർ എന്ത് ചെയ്യാണ്, ഈ പീരിയോഡിക് പൊട്ടൻഷ്യലിലൂടെ
പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലൂടെ അവർ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. According to Bloch theory, the wave function of the electron in a periodic potential has the form psi kr is equal to e raised to I k dot r u of kr. അതായത് നമ്മൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ഇവിടെ പീരിയോഡിക് പൊട്ടൻഷ്യലിന്റെ ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഈ ഇലക്ട്രോൺസിന് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ വേവ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സൈ കെ ആർ അണ്ടർസ്കോർ. അതായത് താഴെയാണ് കേട്ടോ എഴുതുന്നത്, psi k of r is equal to e raised to I k dot r into u of k r. ഈ രീതിയിലാണ് നമ്മൾ ബ്ലോക്ക് തിയറത്തിൽ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Okay, wave vector relates the electron's momentum and governs how the electron propagates through the crystal. അപ്പൊ ഈ വേവ് വെക്ടർ നമുക്ക് എന്തൊക്കെ ഐഡിയ തരും, നമ്മുടെ ഇലക്ട്രോണിന്റെ മൊമെന്റത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ തരും. അതുപോലെ തന്നെ ഇലക്ട്രോൺ എങ്ങനെയാണ് ആ ക്രിസ്റ്റലിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കൂടി നമുക്ക് എന്ത് തരും, ഈ വേവ് വെക്ടർ നമുക്ക് തരും. അടുത്തത് എനർജി ബാൻഡ്സ് ആൻഡ് ഗ്യാപ്പ്. അതായത് നമ്മൾ പറഞ്ഞു നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ബാൻഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. വിത്തൗട്ട് എനി പൊട്ടൻഷ്യൽ ദി ഇലക്ട്രോൺ എനർജി ലെവൽസ് ഫ്രം എ കണ്ടിന്യൂസ് സ്പെക്ട്രം ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ഫ്രീ ഇലക്ട്രോൺ മോഡൽ. അതായത് ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രത്യേകിച്ച് ഒരു പൊട്ടൻഷ്യലിന്റെ പ്രസൻസ് പറയുന്നില്ല, ഇല്ലെങ്കിൽ ഒന്നുകിൽ പൊട്ടൻഷ്യൽ സീറോ ആണെന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആണെന്ന് എടുക്കാം. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺ മോഡലില് നമുക്കിപ്പോ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കിപ്പോ ഒരു മൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പൊ ഫ്രീ ഇലക്ട്രോൺ മോഡലില് നമുക്ക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ സീറോ ആണെന്ന് പറഞ്ഞാലും എന്താണ്, മീനിങ് സെയിം ആണ് കേട്ടോ. ഓക്കെ, however when the periodic potential is introduced, നമ്മൾ പീരിയോഡിക് പൊട്ടൻഷ്യൽ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ the gaps appear at certain points in the electron energy spectrum. ഇലക്ട്രോണിന്റെ എനർജി സ്പെക്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു, ചില ഭാഗങ്ങളിൽ ഗ്യാപ്പുകൾ അപ്പിയർ ചെയ്യുന്നു. പെർട്ടിക്കുലർലി അറ്റ് ദ ബ്രില്യൻറ്റ് സോൺ ബൗണ്ടറീസ്. ബ്രില്യൻറ്റ് സോൺ ബൗണ്ടറീസിൽ എന്ത് ചെയ്യാണ്, ഗ്യാപ്പുകൾ, certain ഗ്യാപ്സുകൾ അപ്പിയർ ചെയ്യാണ്. These gaps are called as band gaps. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബാൻഡ് ഗ്യാപ്പുകൾ എന്ന് പറയാം. ഓക്കെ, ഈ ബാൻഡ് ഗ്യാപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും, എനർജി ലെവലിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് ബാലൻസ് ബാൻഡ് തിയറി നമ്മൾ പഠിച്ചിട്ടില്ലേ, അപ്പൊ അതില് ബാൻഡ് ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതുപോലെ കണ്ടക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Band gaps separate the allowed energy regions from the forbidden region. Okay, forbidden regionsum allowed energy regionsum നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് രണ്ടിനും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബാൻഡ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബാൻഡ് ഗ്യാപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റൽസിന്റെ ക്ലാസിഫിക്കേഷനും സ്റ്റഡീസും പോസിബിൾ ആണ്. അടുത്തത് Bragg reflection. When the wave vector of an electron matches a multiple of the reciprocal lattice G, the electron wave gets scattered or reflected by the periodic potential. This phenomena is called Bragg reflection. അതായത് നമ്മളുടെ ഇലക്ട്രോണിന്റെ വേവ് വെക്ടർ എന്ന് പറയുന്നത് എന്തിനു മാച്ച് ചെയ്യാണ്, മൾട്ടിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് ജി ആണ് നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ, വേവ് വെക്ടറും ജിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അതിന് നമ്മൾ പറയുന്നതാണ് ദ ഇലക്ട്രോൺ വേവ് ഗെറ്റ് സ്കാറ്റേർഡ് ഓർ റിഫ്ലക്റ്റഡ് ബൈ ദ പീരിയോഡിക് പൊട്ടൻഷ്യൽ. അവിടെ ഉണ്ടാവുന്ന പീരിയോഡിക് പൊട്ടൻഷ്യലിന് എന്ത് ചെയ്യണം, ഇലക്ട്രോണിന് സ്കാറ്റർ ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുകയാണ്. ഈ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്രാഗ് റിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മളുടെ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറും നമ്മളുടെ ഇലക്ട്രോൺ വേവ് വെക്ടറും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു കണക്ഷൻ ഉണ്ടാവണം. നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് രണ്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ, അതിനൊരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് അതിനെ മാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദ ഇലക്ട്രോൺ വേവ്സ് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യപ്പെടും അല്ലെങ്കിൽ
പീരിയോഡിക് പൊട്ടൻഷ്യലിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യപ്പെടും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്രാഗ് റിഫ്ലക്ഷൻ എന്ന് പറയാം. At the boundaries of the brilliant zone, the electron's wave vector satisfies the Bragg's condition. അപ്പൊ ഇത്തരത്തില് ബ്രില്യൻ സോണിലാണ് എന്ത് ചെയ്യാ, ബ്രില്യൻ സോണിൽ എന്ത് ചെയ്യാണ്, the electrons wave vector എന്ത് ചെയ്യും, ഈ ബ്രാഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. where 2k is equal to g. g എന്ന് പറയുന്നത് എന്താണ്, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ ആണ്. k എന്ന് പറയുന്നത് വേവ് വെക്ടർ ആണ്. ഇതിനെയാണ് നമ്മൾ ബ്രാഗ് റിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് the nearly free electron model provides an essential step in understanding the electronic properties of the solids, particularly how weak the periodic potential in crystalline materials give rise to energy bands and band gaps. അപ്പൊ നമുക്ക് ഫ്രീ ഇലക്ട്രോൺ, നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളിഡ്സിന്റെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ട്, വീക്ക് ആയിട്ടുള്ള പീരിയോഡിക് പൊട്ടൻഷ്യലിന്റെ പ്രസൻസ് ഉണ്ട്. ഇത്തരത്തില് എന്ത് ചെയ്യും, നമ്മൾ ക്രിസ്റ്റലൈൻ മെറ്റൽസിൽ എന്തുണ്ടാവും, എനർജി ബാൻഡ് ഗ്യാപ്സുകൾ പ്രസന്റ് ആയിരിക്കും. It successfully explains why materials behaves as metals, semiconductors or insulators based on their band structure. ആ ഒരു ബാൻഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെറ്റൽസ്, നമ്മുടെ മെറ്റീരിയൽസ് എങ്ങനെ മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. The model also sets the stage for more complex quantum mechanical treatment of solid state system, such as tight bonding model or density function theory. Okay, ഇത് നമ്മളുടെ ഒരു സോളിഡ് സ്റ്റേറ്റ് സിസ്റ്റത്തിലെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ടൈറ്റ് ബൈൻഡിങ് മോഡൽ അല്ലെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ തിയറി, ഇതിലൊക്കെ നമുക്ക് നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലാണ്, നിയർലി ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോറൻസ് ഡ്രൂഡ് തിയറി, സോമർഫീൽഡ് തിയറി, ഫ്രീ ഇലക്ട്രോൺ മോഡലാണ്, നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ. ലോറൻസ് ഡ്രൂഡ് തിയറി ക്ലാസിക്കൽ തിയറിയാണ്, മാക്സ്വെൽസ് ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫ്രീ ഇലക്ട്രോൺ ഗ്യാസുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് വിത്തൗട്ട് എനി ഇന്ററാക്ഷൻ ആണ് ലോറൻസ് ഡ്രൂഡ് തിയറിയിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. സോമർഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടം തിയറി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യലിലാണ് മൂവ് ചെയ്യുന്നത്. സോ ദ ഇലക്ട്രോൺസിന് എന്തില്ല, നോൺ ഇന്ററാക്ടിങ് ആണ്, അവര് ഫ്രീ ടു മൂവ്, ഇലക്ട്രോൺ പെർഫെക്റ്റ് ഗ്യാസുകളെ പോലെ മൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലാണ്. ഇതും ഫ്രീ ഇലക്ട്രോൺ മോഡലിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എനർജി ബാൻഡ് ഗ്യാപ്പുകളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നത് നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡലാണ്. ബാൻഡ് ഗ്യാപ്പുകളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു വീക്ക് ആയിട്ടുള്ള പീരിയോഡിക് പൊട്ടൻഷ്യൽ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.